ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇന്നലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നൈറ്റിൽ ചിന്തിച്ചിരുന്നോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇതെപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുന്നത് ആ സമയം മുതലായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇന്നലെ എൻ്റെ വ്യൂസിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന തേർഡ് പാർട്ടിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയ കാരണത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരാജയപ്പെടുവാനുണ്ടായ കാരണത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ആദ്യമായി നിങ്ങളെ കണ്ട സമയത്ത്, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന സമയത്തോ, ഒന്നുകിൽ വിവാഹം കഴിഞ്ഞ ദിവസത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി ആദ്യമായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ അവരൊരു വിജയം കണ്ടെത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ആ നിമിഷത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ ഇടയിൽ എപ്പോഴാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തെ അടച്ചു വെച്ചിരുന്ന സമയം എപ്പോഴാണോ ആ സമയത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ഇമ്മച്യൂറായിട്ടുള്ള ചില തീരുമാനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമ്മച്യൂറായിട്ട് തീരുമാനമെടുത്തതായി കാണുന്നു. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന ഫാമിലിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്ത നിമിഷങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത നിമിഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ഒരുപാട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായി കണ്ടു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5, 6, 13, 4, 11, 2, 10, 9, 1 ആണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റിൽ എന്താണ് എൻ്റെ വ്യൂസിനെ കുറിച്ച് ചിന്തിച്ചത്? റിലേഷൻഷിപ്പ് അവസാനിക്കാൻ കാരണമായിട്ടുള്ള ചില തേർഡ് പാർട്ടീസിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലോ ഉണ്ടായിരുന്നതായിട്ടുള്ള തേർഡ് പാർട്ടീസ് ഈ റിലേഷൻഷിപ്പിനെ ഡെത്ത് ആക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ആരാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. ഓക്കെ, ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് ഈ റിലേഷൻ നഷ്ടപ്പെട്ടു പോയത്. തേർഡ് പാർട്ടി മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ സന്തോഷത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇന്നലെ ഉണ്ടായി. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 6 ഓഫ് വാണ്ടിൻ്റെ എനർജി സെയിം എനർജി തന്നെയാണ്. 5 ഓഫ് സോഡിൻ്റെ എനർജി അത് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് വ്യക്തികൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള, നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ടുകൾ കൊണ്ടുവന്നതിന് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സന്തോഷത്തിലും വിജയത്തിലും മുന്നോട്ട് പോകുന്നതിൽ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായതിൻ്റെ പേരിലാണ്, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ കേട്ടതിൻ്റെ പേരിലാണ് ഈ റിലേഷൻഷിപ്പ് തകർന്നു പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ക്യൂൻ ഓഫ് കപ്പ്, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതായിരുന്നു, നിങ്ങൾ അവർക്ക് ഒരുപാട് ഓക്കെ, ഇവിടെ കിങ്ങും ക്യൂനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ കിങ്ങും ക്യൂനെയും കാണിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരാൾ ചിന്തിക്കുന്നത് പുരുഷൻ്റെ ഭാഗത്തു നിന്നാണ്. ആരായാലും പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നത് ഒരുപാട് ലോയലായിരുന്നിട്ടും അവർ നിങ്ങളോട് ഒരുപാട് ലോയലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പം സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. പുരുഷൻ ആരാണോ അവർ ചിന്തിക്കുന്ന കാര്യമാണ്. ഒരുപാട് ലോയലായിരുന്നിട്ടും മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷവും അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ശരിയായ രീതിയിലൊരു കെയറിങ്ങോ സ്നേഹമോ ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ചിന്ത ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഒരുപാട് മിസ് ചെയ്യുന്ന എനർജിയാണ് 9 ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എല്ലാത്തിനും അനുഗ്രഹമായിരുന്നു. റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ കൂടെ ഒരുപാട് ആൾക്കാർ അട്രാക്ട് ചെയ്ത് വരുന്നു. അവർക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകുന്നു. അവർക്ക് ഒരുപാട് സൗന്ദര്യം അവർക്ക് ഫീൽ ചെയ്യുന്നു. അവരെ ഉപേക്ഷിച്ച് പോയ പല വ്യക്തികളും അവരെ തേടിയെത്തുന്നു. കാരണം അതെല്ലാം നിങ്ങളുടെ ആ ഒരു ഓഫറിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഈ ഒരു സമൃദ്ധിയെല്ലാം വന്നതെന്നും അവർ ചിന്തിക്കുന്നു. ഇപ്പോൾ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത, അവരുടെ ലൈഫിൽ ഒന്നുമില്ലാത്തതിന് ശൂന്യത പോലെ തന്നെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ അത് ഇവിടെ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങളെങ്കിൽ
ഇവിടെ അതിൽ നിന്ന് ഒരാൾ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കവെയാണ് ഡിവൈൻ ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നിട്ട് പോലും രണ്ടുപേരും രണ്ട് വശത്തായിട്ട് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ അവർ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. നിങ്ങൾ ഒരുപാട് ഓഫർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. മടങ്ങി വരുന്നതിന് വേണ്ടി ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തിരുന്നതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെയാണ്. ഓക്കെ, ഓവർഫ്ലോ ആകുന്നതായിട്ടുള്ള ചിന്തകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെയിൻ സിറ്റുവേഷനാണ്. ഒരുപാട് സ്നേഹിച്ചിട്ടും ഒരുപാട് കെയർ തന്നിട്ടും ഇവിടെ ഒരു ചീറ്റിംഗ് വന്നിരിക്കുന്നു. ഓക്കെ, അത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ഒരുപാട് സ്നേഹിച്ചിട്ടും ഇവിടെ ഏത് സമയത്തും സപ്പോർട്ടായിട്ട്, എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടും വീണു പോകാതെ താങ്ങി നിർത്തിയിട്ടും ഇവിടെ ഒരു ചീറ്റിംഗ് വന്നിരിക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അപ്പം അവരുടെ മനസ്സിൽ ഒരുപാട് റിഗ്രറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ തോന്നുന്നത്. സമയം അനുകൂലമല്ലാത്തതുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ, നിങ്ങളെ ചതിച്ച ആ നിമിഷത്തെ ഓർത്തിട്ട് അവർ നശിച്ച ദിവസം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ്, നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പും അവരിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അവർ ഡ്രീം ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഒരുപാട് മൂഡ് സ്വിങ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നൈറ്റ് ചിന്തിച്ചത്. ഇനി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്തയും കൂടി എടുക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ചിന്ത എന്തായിരുന്നു? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണെ പ്രതി ഈ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിലൂടെയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ബ്ലോക്ക് മാറ്റുന്നതിന് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. എത്രയും പെട്ടെന്ന് തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. അനുകൂലമായിട്ടുള്ളൊരു സമയം, എല്ലാം കലങ്ങി തെളിയണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ നിങ്ങളുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നോ ബന്ധുക്കളുടെ ഇടയിൽ നിന്നോ ഫാമിലി തങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോ അതെല്ലാം കലങ്ങി തെളിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സമയവും ഒന്ന് കടന്നു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അവർക്ക് വേണ്ടി വാദിക്കുവാനും നിൽക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നല്ല വെയിറ്റിംഗ് എനർജിയാണ് വീണ്ടും കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പ്രതി? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി വീണ്ടും ഒന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു വെയിറ്റിങ്ങിൽ തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ഓഫർ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ ഒന്ന് ബ്ലോക്ക് മാറ്റിയാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് സോറി പറയാൻ പോലും നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതാണ്. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഭാഗത്ത് തെറ്റല്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് സോറി പറയാൻ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് മാത്രം. ഓക്കെ, ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ്? ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വേദനയ്ക്ക് നിങ്ങൾ ചില ക്ലാരിറ്റി അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ കരഞ്ഞു, എന്നെ എന്തിനെ കരയിപ്പിച്ച്, ചെയ്യാത്ത തെറ്റിന് എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങളെ ഡിപ്രഷൻ ആൻസൈറ്റിയിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു, അതിനുള്ള ക്ലാരിറ്റി തന്നേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഈ വാദം അവരെന്തായാലും പേടിക്കും കേട്ടോ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സണിലേക്ക്. അവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഫോട്ടോയിലാണെങ്കിലും നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും കിടക്കുന്ന സമയത്താണെങ്കിലും ഇരിക്കുന്ന സമയത്താണെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നഷ്ടപ്പെട്ടു പോയി. 5 ഓഫ് കപ്പാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതുമില്ലാതെ ആ നഷ്ടത്തിലേക്ക് മാത്രം നോക്കി വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറഞ്ഞതും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
റിക്കി ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസൈറ്റി ഡിപ്രഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിലീസായിട്ട് നിങ്ങൾക്കൊന്ന് അഫർമേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് റിക്കി ഹീലിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റിക്കി ഹീലിംഗിലൂടെ നിങ്ങളുടെ ബ്ലോക്കേജുകളെല്ലാം മാറി മൈൻഡ് കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരികയും യൂണിവേഴ്സിൽ നിന്ന് എന്തും അട്രാക്റ്റ് ചെയ്യുവാൻ, സാമ്പത്തികമാണെങ്കിലും ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന നിലയിൽ ഒരു ഓപ്പൺ ആയി മാറുന്ന എനർജി ഓപ്പണിംഗ് ആകുന്നതായിട്ടുള്ള റീക്കി ഹീലിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.